കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. 3 തരം വിളക്കുകൾ ഒരുമിച്ച് കത്തിച്ചാൽ വരാത്ത ഐശ്വര്യവും വരും. വരാത്ത ഐശ്വര്യത്തിന് വരുന്നതിനായിട്ട് ഒരുപാട് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടുണ്ടായിരിക്കും. ഇപ്പം ഇതങ്ങനെയുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ. 3 തരം വിളക്കുകൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യത്തിലാണ്. ഒന്നാമത്തേത് നിലവിളക്ക്, ഐശ്വര്യമൊത്ത കണക്കൊത്ത നിലവിളക്ക്. അത് നെയ്യൊഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എള്ളെണ്ണ ഒഴിച്ച് കത്തിക്കുക. രണ്ടാമത് ലക്ഷ്മി വിളക്ക്. ലക്ഷ്മി വിളക്കും മലമ്പിരിശങ്കും ഒക്കെ ഒരുപാട് ചാനലുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതല്ല, അഷ്ടലക്ഷ്മി വിളക്ക്. അതായത് അതിൻ്റെ ദീപം ഇരിക്കുന്ന ഭാഗം നമുക്ക് നേരെ ആയിരിക്കണം. അതിൻ്റെ ചുറ്റും സാധാരണ ത്രികോണത്തിൽ അങ്ങനെ സ്ക്വയറിലും ഒക്കെ വരുന്നുണ്ട്. അങ്ങനല്ല, റൗണ്ടിലുള്ളതാണ് മേടിക്കേണ്ടത്. നടുക്ക് ഗണപതിയും ചുറ്റും 8 ലക്ഷ്മിമാരും ഉള്ള ആ ഒരു വിളക്കാണ്, അഷ്ടലക്ഷ്മി വിളക്കാണ് വാങ്ങിക്കേണ്ടത്. ഗജലക്ഷ്മി വിളക്ക് മാത്രമായിട്ടുള്ളതുകൊണ്ട് എല്ലാം പൂർണ്ണമായി സമ്പത്തും എല്ലാം നമുക്ക് മതി, തൃപ്തിയായവരാണ് ഗജലക്ഷ്മി വിളക്ക് കത്തിക്കേണ്ടത്. അല്ലാത്തവർ, സാമ്പത്തികം വേണ്ടവർ, ഐശ്വര്യം വേണ്ടവരൊക്കെ ഈ ഒരു ഞാൻ പറഞ്ഞ മാതൃകയിലുള്ള വിളക്കാണ് കത്തിക്കേണ്ടത്. മൂന്നാമത്തേത് അഷ്ടമംഗല്യം വിളക്കെന്ന് പറയും. ക്ഷേത്രങ്ങളിലൊക്കെ സപ്താഹം, നവാഹം ഇങ്ങനെയുള്ള വേദികളിൽ, അല്ലാതെ പുരാതനമായിട്ടുള്ള പല വീടുകളിലും പലർക്കും അറിയാം. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും, അഷ്ടമംഗല്യം വിളക്കെന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ഇപ്പം ആ അഷ്ടമംഗല്യം വിളക്ക്, ഈ 3 വിളക്കുകൾ ഒരുമിച്ച് കത്തിക്കണം. ഇപ്പം എന്നും എല്ലാവർക്കും ഇപ്പം കത്തിക്കാൻ എണ്ണയോ അല്ലെ എല്ലാം ഉണ്ടായിക്കോണം നിർബന്ധമില്ല. ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, മാസത്തിലെ കുടുംബത്തിലെ അംഗങ്ങളുടെ നക്ഷത്രത്തിന് 1-ാം തീയതി, ഈ ദിവസങ്ങളിൽ ഒക്കെയാണിത് കത്തിക്കേണ്ടത്. കത്തിച്ച് നമ്മൾ നാമങ്ങൾ ജപിക്കുമ്പോൾ രാവിലെയും വൈകിട്ടും പറ്റുവാണെങ്കിൽ കത്തിക്കുക. രാവിലെയും വൈകിട്ടും കത്തിച്ച് വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം, ദേവി സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ദേവി മഹാത്മ്യം, ഭുജങ്ങൾ, പല സ്തോത്രങ്ങൾ ഒക്കെ ജപിക്കാം, പ്രാർത്ഥിക്കാം. നമ്മളിത് കത്തിച്ച് കഴിയുന്നവരെ, അതായത് ജപിച്ച് കഴിയുന്നവരെ ഈ വിളക്ക് അണയാൻ പാടില്ല. ഇടയ്ക്ക് വേറെ ആരെങ്കിലും ഒരാളെ ഇതിന് നോക്കാനായിട്ട്, എണ്ണ തീരുന്നതനുസരിച്ച് എണ്ണയോ നെയ്യോ ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ ഒരാളിനെ തയ്യാറാക്കി നിർത്തിക്കൊണ്ട് വേണം നമ്മൾ ജപിക്കാനായിട്ട്. ഇടയ്ക്ക് കരിന്തിരി കെട്ട് കഴിഞ്ഞാൽ, അല്ലെ നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ശ്രദ്ധ പോയി നമ്മൾ ഇതിൽ എണ്ണ ഒഴിക്കാൻ പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല. അത് ജപിക്കുമ്പോഴും തികഞ്ഞ മനസ്സർപ്പിച്ച് വേണം ജപിക്കാനായിട്ട്. അടുക്കളയിൽ അത് ഇരിക്കുന്നു, അല്ലെ അപ്പുറത്തെ വീട്ടിൽ അത് നടക്കുന്നു, അല്ലെ TV സീരിയൽ നടക്കുന്നു, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല. അപ്പം ഐശ്വര്യം വരുന്നതിന്, കടബാധകൾ അകലുന്നതിന്, കുടുംബത്തിലെ അഭിവൃദ്ധി ഉണ്ടാവുന്നതിന് ഒക്കെ 1 വർഷക്കാലം ഇത് ചെയ്യാവുന്നതാണ്. ഇതിപ്പം പറയുകയാണെങ്കിൽ നല്ല മാസമാണ്. തുലാമാസമായാലും വൃശ്ചിക മാസമായാലും ഒക്കെ നല്ല മാസങ്ങളാണ്, പുണ്യമാസങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ തുടങ്ങുന്നതിന് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു മാസം കൂടിയാണ്. നമുക്കിത് ചെയ്യാവുന്നതാണ്. പറ്റുന്നവർ വ്രതമായിട്ടും ചെയ്യാറുണ്ട്. വ്രതം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും എന്തെങ്കിലും ഫ്രൂട്ട്സോ പാലോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ എന്തെങ്കിലും ഐറ്റംസോ കഴിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് അരിയാഹാരം വെജിറ്റേറിയൻ ആയിരിക്കണം, പകൽ ഉറങ്ങാൻ പാടില്ല. അങ്ങനെ വ്രതം അനുഷ്ഠിക്കാം. ഇല്ലെങ്കിൽ വ്രതമല്ലാതെ പ്യുവർ വെജിറ്റേറിയൻ ആയിക്കൊണ്ട് കഴിക്കാം, ഇത് അനുഷ്ഠിക്കാം, കുഴപ്പമൊന്നുമില്ല. പൊരിയാവിളക്കായിട്ടും ചെയ്യുന്ന ആൾക്കാരുണ്ട്. പൊരിയാവിളക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉദയത്തിന് തുടങ്ങി, ഇന്ന് രാവിലെ ഉദയത്തിന് ഈ പറഞ്ഞ 3 വിളക്കും നെയ്യ് ഒഴിച്ച്, അല്ലെ വെളിച്ചെണ്ണ ഒഴിച്ച്, അല്ലെ നല്ലെണ്ണ ഉപയോഗിച്ച് കത്തിച്ച് ഇത് അണയാതെ പിറ്റേ ദിവസം രാവിലെ ആ സമയം വരെ വച്ചിരിക്കുക. ഇടയ്ക്കൊക്കെ അങ്ങനെ വല്ലതും വരുമ്പം ചെറിയ ചന്ദനത്തിൻ്റെ തുമ്പുകൊണ്ടോ വല്ലതും തട്ടിക്കളഞ്ഞ് എണ്ണയൊക്കെ കറക്റ്റായിട്ട് ഒഴിച്ച് പൂജാമുറി വെച്ചിരിക്കും. പൊരിയാവിളക്കായിട്ട് കത്തിക്കുന്നത് ഏറ്റവും നല്ല കാര്യം അതാണ്. ഇപ്പോൾ പൊരിയാവിളക്ക് ആയിട്ട് കത്തിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനിയും ജനങ്ങൾക്ക് ഉതകുന്ന അറിവുകളുമായി കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ തികഞ്ഞ ഈശ്വരവിശ്വാസത്തോടെ, ഈശ്വരാനുഗ്രഹത്തോടെ എല്ലാവർക്കും എന്നും നന്മയും ഐശ്വര്യവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.